ഏരൂർ കരിമ്പിൻകോണം ശ്രീ മണ്ടക്കാട്ടുനട ദേവീക്ഷേത്രത്തിലെ മകയിരം തിരുനാൾ മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശന കർമ്മം ഭക്തി ആദരപൂർവ്വം നിർവഹിക്കപ്പെട്ടു. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, അഞ്ചൽ, അഗസ്തിക്കോട്. Contact 94472 44659 89218 37847. ക്ഷേത്ര അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഏരൂർ ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ചിന്നു വിനോദിന് നൽകിക്കൊണ്ട് ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് ബി രമേശൻ പ്രകാശനം ചെയ്തു. 2025 വർഷത്തിലെ മകയിരം തിരുനാൾ മഹോത്സവവുമായി ബന്ധപ്പെട്ടുള്ള ഉത്സവ പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഉത്സവത്തിൻ്റെ നോട്ടീസിൻ്റെ പ്രകാശന കർമ്മമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഉത്സവത്തിൻ്റെ കൺവീനർ ശ്രീമാൻ അജയൻ ഉത്സവത്തിൻ്റെ നോട്ടീസ് ഏരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡൻറ്റും 13ാം വാർഡ് മെമ്പറുമായ ശ്രീമതി മുൻ വൈസ് പ്രസിഡൻറ്റും 13ാം വാർഡ് മെമ്പറുമായ ചിന്നു വിനോദിന് നൽകിക്കൊണ്ടാണ് ഈ മഹത്തായ ഈ ഒരു കർമ്മത്തിൻ്റെ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഈ വർഷം മാർച്ച് മാസം 23-ാം തീയതി തുടങ്ങി ഏപ്രിൽ മാസം 4-ാം തീയതി അവസാനിക്കുന്ന വലിയ ഒരു ഉത്സവത്തിൻ്റെ ചടങ്ങിൻ്റെ പ്രാരംഭമാണ് ഇന്നു മുതൽ കുറിക്കാൻ തുടങ്ങുന്നത്. 23-ാം തീയതി ക്ഷേത്രം തന്ത്രി അടിമുറ്റത്ത് മഠത്തിൽ ബ്രഹ്മശ്രീ ഭട്ടതിരിപ്പാടിൻ്റെയും ഒപ്പം ക്ഷേത്ര ജോത്സ്യൻ ഡോക്ടർ PK സുരേഷിൻ്റെയും നേതൃത്വത്തിൽ മുഖ്യ കാർമ്മികത്തിൽ നടക്കുന്ന പൂജാവിധികളോടുകൂടിയാണ് ഉത്സവത്തിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. അന്നേ ദിവസം അമ്പലത്തിൽ മഹാഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം, ഭഗവതി സേവ, മഹാസുദർശന ഹോമം എന്നീ ചടങ്ങുകളോടുകൂടി ആരംഭിക്കുന്ന ആ ഒരു പൂജാവിധികൾ നമ്മുടെ ക്ഷേത്രത്തിൻ്റെയും ഭക്തജനങ്ങളുടെയും നാട്ടിൻ്റെയും എല്ലാവിധമായ ഉയർച്ചയും അതുപോലെ തന്നെ ക്ഷേത്ര ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള, അതായത് അമ്പലത്തിൻ്റെ ഇന്ന് കാണുന്ന നമ്മുടെ ഈ അമ്പലത്തിൻ്റെ ചൈതന്യം ഉത്തരോത്തരം വർദ്ധിപ്പിച്ചുകൊണ്ട് അമ്പലത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള, പ്രത്യേകിച്ച് ഭക്തജനങ്ങളെയും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചടങ്ങിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ടാണ് ആ പൂജാകർമ്മങ്ങൾ ആരംഭിക്കുന്നത്. ഉത്സവ കമ്മിറ്റി കൺവീനർ വി അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് കൺവീനർ ടി അരവിന്ദാക്ഷൻ, എസ് ഷാജി, എസ് രമേശൻ, കമ്മിറ്റി അംഗങ്ങൾ, ഭക്തജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. മാർച്ച് 23 മുതൽ ഏപ്രിൽ 4 വരെയുള്ള 11 ദിവസക്കാലത്തെ ഉത്സവത്തെ വരവേൽക്കാൻ നാടൊരുങ്ങിക്കഴിഞ്ഞു. 1-ാം ദിവസം ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് പുറമെ രാത്രി 8:30 തൃക്കൊടിയേറ്റ്, 8:35 കുത്തിയോട്ടം, ശാസ്ത്രീയ നൃത്തതരംഗം എന്നിവ നടക്കും. 2-ാം ദിവസം വൈകിട്ട് 7 കൈകൊട്ടിക്കളിയും 8 മണി മുതൽ ചാക്യാർകൂത്തും അരങ്ങേറും. 3-ാം ദിവസം രാത്രി 7 മണി മുതൽ കൈകൊട്ടിക്കളിയും തുടർന്ന് തിരുവാതിര കളിയും നടക്കും. 4-ാം ദിവസം രാത്രി 8 മണി മുതൽ കൊല്ലം KR പ്രസാദും സംഘവും അവതരിപ്പിക്കുന്ന ഡിജിറ്റൽ ഡ്രാമാസ്കോപ്പ് നൃത്ത സംഗീത നാടകം ശാകുന്തളം. 5-ാം ദിവസം രാത്രി 7:30 ഏരൂർ ക്ലാസിക്കൽ ഡാൻസ് അക്കാദമിയുടെ നൃത്തനിത്യങ്ങളും. 6-ാം ദിവസം വൈകിട്ട് 7 ഇളമാട് ഓങ്കാരം അവതരിപ്പിക്കുന്ന താളച്ചുവട് കൈകൊട്ടിക്കളിയും നടക്കും. 7-ാം ദിനത്തിൽ വൈകിട്ട് 7 കരിമ്പിൻകോണം കുമാരി S നിളയുടെ നൃത്തം. 7:30 മുതൽ തിരുവനന്തപുരം നന്ദുണി ഗ്രാമത്തിന്റെ വിൽപ്പാട്ടും. 8-ാം ദിവസം വൈകിട്ട് 7 കൊല്ലം ആരവം ഫോക്സ് മീഡിയയുടെ പാട്ടേറ്റവും അരങ്ങേറും. 9-ാം ദിവസമായ മാർച്ച് 2 പുലർച്ചെ 4 മണി മുതൽ കെട്ടുവിളക്ക് ഘോഷയാത്ര. രാജരത്നം ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്രയിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന കെട്ടുവിളക്ക് ഘോഷയാത്രകൾ ഏരൂർ ഗുരുമന്ദിരം ജംഗ്ഷൻ വഴി ഗണപതി അമ്പലം, ആയിരവല്ലി ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം വഴി തിരികെ ക്ഷേത്ര അങ്കണത്തിലെത്തി സമാപിക്കുന്നു. തുടർന്ന് 6:30 പൊങ്കാലയും വൈകിട്ട് 7:30 മുതൽ തിരുവനന്തപുരം സാഹിതി തിയേറ്റേഴ്സ് മുച്ചീട്ട് കളിക്കാരന്റെ മകൻ നാടകവും അരങ്ങേറും. 10-ാം ഉത്സവ ദിനമായ ഏപ്രിൽ 3 വൈകിട്ട് 4 മണിക്ക് എഴുന്നള്ളത്ത് ഘോഷയാത്ര ആരംഭിക്കും. കുത്തിയോട്ടം, താലപ്പൊലി, പഞ്ചവാദ്യം, തിടമ്പേറ്റിയ ഗജവീരൻ, മുത്തുക്കുടകൾ, കുരുത്തോലത്തെയ്യം, ഡിജിറ്റൽ തെയ്യം, ശിങ്കാരിമേളം, പൂക്കാവടി, മിറർ ഡാൻസ്, പഞ്ചവർണ്ണ അരയന്നം, കാളിവേഷം, ശിവപാർവതി നൃത്തം, പമ്പാമേളം, പരകാട്ടം, DM, തമ്പോലം മുതലായവ ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിക്കും. തുടർന്ന് രാത്രി 8:30 മുതൽ തിരുവനന്തപുരം 7 ടോൺസിന്റെ ഗാനമേളയും നടക്കും. സമാപന ദിവസമായ ഏപ്രിൽ 4 വൈകിട്ട് 7 കഞ്ഞിസദ്യയും തുടർന്ന് ഗുരുസി പൂജ, ഉത്സവബലി എന്നിവയോടെ ഈ വർഷത്തെ മകയിരം തിരുനാൾ മഹോത്സവത്തിന് സമാപ്തിയാകും. ന്യൂസ് ഡെസ്ക്, ജില്ലാ വിഷൻ, ഏരൂർ.